ശരിക്കും ഈ അനീഷിനെ കുറിച്ച് ഒന്നും പറയുന്നതെന്ന് കരുതുന്നതാണ്. കാരണം വെച്ചാൽ റിപ്പീറ്റഡ് കോണ്ടന്റ് ആണ് അനീഷ് എന്ന് പറയുന്നത്. എനിക്ക് തുടക്കം ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു ഒരു എന്താ പറയുക, ഒരു നല്ല മനുഷ്യൻ, സത്യസന്ധൻ, അല്ലെങ്കിൽ ഒരു നിർഗുണൻ, ഗുണമൊന്നും പ്രത്യേകിച്ചില്ല കേട്ടോ, പക്ഷെ ദോഷവും ഇല്ല എന്നൊക്കെ കരുതിയിരുന്ന ഒരാളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിനകത്തൊന്നും മാറ്റമൊന്നുമില്ല, കള്ളമൊന്നുമല്ല, സത്യം തന്നെയാണ്, സത്യസന്ധനാണ്, ഓക്കെ. പക്ഷെ ഒരു ഗെയിമിന്റെ സ്പിരിറ്റിൽ ഇതുവരെ പുള്ളിക്കാരൻ ഒരു കാര്യവും എടുക്കുന്നില്ല. പുള്ളിക്കാരനൊരു ടാസ്ക് കൊടുക്കുമ്പോൾ പുള്ളിക്കാരൻ ആ ഗെയിമിന്റെ സ്പിരിറ്റിലല്ല കളിക്കുന്നത്. ശരി, പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് കളിച്ചു, ഒരു സംഭവം കിട്ടിയില്ലാന്ന് വെച്ചോ, പുള്ളിക്കാരൻ കൂളായിട്ട് അവിടെ ഇരിക്കും. പക്ഷെ ആ സെയിം സംഭവത്തിൽ വേറെ എന്തെങ്കിലും ഒരാള് കുറച്ച് അൺഫെയർ ആയിട്ട്, ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, അൺഫെയർ ആയിട്ട് കളിക്കുക എന്ന് പറയുമ്പോൾ ഒരു ടാസ്കിനകത്ത് കളിക്കുന്നത് കൊണ്ട് വലിയ തെറ്റൊന്നും ഇല്ല. ചിലപ്പം അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ കൊടുത്തിട്ടായിരിക്കും ബിഗ് ബോസ് അങ്ങനെ ഒരു ഗെയിം തന്നെ വെക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അനീഷ് കയറി പൊട്ടിത്തെറിക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ തുടക്കമൊക്കെ നമുക്ക്, ഇപ്പൊ ഞാൻ തുടക്കമേ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആളാണ്. തുടക്കം തൊട്ടേ എല്ലാവരും പറഞ്ഞു അതൊരു ചൊറിയനാണ് എന്ന് പറയുമ്പോഴും ബിഗ് ബോസ് ഹൗസിൽ ചൊറിയനാണ് വേണ്ടത്, ചൊറുത്തരം കാണിക്കും, കുഴപ്പമില്ല എന്നൊരു പോളിസിയാണ് എനിക്കുള്ളത്. അപ്പം അവിടെ കുറച്ച് വെറുപ്പിച്ചോട്ടെ എന്നുള്ളൊരു തോന്നലില് ഞാനും അത് ഓക്കെ പറഞ്ഞു. പക്ഷെ അവസാനം വരുമ്പോഴും ഇതേ കണക്ക് വെറുപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു വെറുപ്പിക്കലാണ് എന്ന് പൂർണ്ണമായിട്ടും വിധി എഴുതേണ്ടി വരും. നേരെ മറിച്ച് കുറച്ചൊരു എന്താ പറയാ, ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഇപ്പൊ ലാസ്റ്റ്ലി ഇപ്പോ ഷാനവാസ് ഒരു സീക്രട്ട് ടാസ്ക് ഏറ്റെടുത്ത് ഗംഭീരമായിട്ട് അത് ചെയ്തു. പക്ഷെ കൂട്ട് വിളിച്ചത് അക്ബറിനെയാണ്. അതിന് ഷാനവാസിൻ്റെതായ ഒരു ന്യായമുണ്ട്. ഷാനവാസ് പെട്ടെന്ന് ചിന്തിച്ച ഒറ്റ കാര്യമുണ്ട്, അത് വളരെ കറക്റ്റ് ആയിരുന്നു. വേറൊന്നുമല്ല, 6 പേര് വേണം, താൻ ഉൾപ്പെടെയാണ് 6 പേര്. അപ്പം തനിക്ക് ഇനി വേണ്ടത് ഒരു 5 പേരെയാണ്. ആ 5 പേരിലേക്ക് എത്താൻ ഒരാളെ വേണം. അത് അക്ബറിനെ എടുത്തു കഴിഞ്ഞാൽ നെവിനും ആരിനും ഉറപ്പായിട്ടും അക്ബറിന്റെ കൂടെയുണ്ട്. പിന്നെ ഷാനവാസിന് ഡയറക്ട്ലി ലക്ഷ്മിനെയും സാബുമാനെയും ഒന്നിച്ച് സംസാരിച്ച് കൂട്ടുപിടിക്കാൻ പറ്റും.